സർവകലാശാല നൽകുന്നത്. ജനം ഫോളോ അപ്പ്. കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിലെ ക്രമക്കേടുകളുടെയും അഴിമതിയുടെയും നിരവധി വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ജനം ടിവി പുറത്തുവിട്ടത്. സർവകലാശാലയുടെ വൈസ് ചാൻസലർ പദവി താൽക്കാലികമായി വഹിക്കുന്ന PN സുരേഷിന്റെ വിദ്യാഭ്യാസ യോഗ്യതകളെക്കുറിച്ച് ഏറെ വിവാദങ്ങൾ ഇതിനകം ഉണ്ടായി കഴിഞ്ഞു. ഇതിന്റെ കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. PN സുരേഷിന്റെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് വിവരാവകാശ നിയമപ്രകാരം നൽകിയ ചോദ്യങ്ങൾക്ക് വിചിത്രമായ മറുപടിയാണ് സർവകലാശാല നൽകിയിരിക്കുന്നത്. PN സുരേഷിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ത്? ഡിഗ്രികൾ എടുത്തത് ഏത് സർവകലാശാലകളിൽ നിന്നാണ്? എത്ര ശതമാനം മാർക്കുണ്ട്? റെഗുലർ കോഴ്സുകളാണോ പഠിച്ചിട്ടുള്ളത്? തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്ക് വിവരങ്ങൾ ഈ ഓഫീസിൽ ലഭ്യമല്ലെന്ന മറുപടിയാണ് ഡെപ്യൂട്ടി രജിസ്ട്രാറും സർവകലാശാലയുടെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുമായ N ഗോപകുമാർ നൽകിയിരിക്കുന്നത്. MA സംസ്കൃതം, MA മലയാളം, MA സോഷ്യോളജി തുടങ്ങിയ ബിരുദങ്ങൾ സുരേഷിനുണ്ടെന്ന് ഒരിടത്ത് പറയുമ്പോഴും ഇതു സംബന്ധിച്ച മറ്റ് വിവരങ്ങൾ ഓഫീസിൽ ലഭ്യമല്ലെന്നും അതിനോടൊപ്പം വ്യക്തമാക്കുന്നു. ചുരുക്കത്തിൽ വൈസ് ചാൻസലറുടെ വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച ഒരു രേഖയും സർവകലാശാലയിൽ ഇല്ലെന്നർത്ഥം. അപ്പൊ ചുരുക്കത്തിൽ അദ്ദേഹത്തിന് തന്നെ അറിയാം അദ്ദേഹം കഴിവില്ലാത്ത ആളാണ്. കഴിവുണ്ടോ എന്നുള്ളത് രേഖാമൂലമില്ല. മറ്റു കഴിവുകളുണ്ടോ എന്നുള്ളത് ഇപ്പോൾ വാർത്തകൾ ജനം ടിവിയിൽ തന്നെ വരുന്ന വാർത്തകൾ കേട്ടാൽ നമുക്ക് അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ഈ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഒരു സംശയാസ്പദമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. PN സുരേഷിന്റെ വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഇതേ ഉത്തരം തന്നെയാണ് സർവകലാശാല നൽകുന്നത്. VCയുടെ അടിസ്ഥാന യോഗ്യതയായ അധ്യാപന പരിചയമോ 8 വർഷത്തിൽ കുറയാത്ത ഡിപ്പാർട്ട്മെന്റ് ഹെഡ് യോഗ്യതയോ ഇല്ലാത്ത വ്യക്തി കൂടിയാണ് PN സുരേഷ് എന്നത് വ്യക്തമാണ്. സൊസൈറ്റി ആക്ടിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലത്തിലെ പ്രവൃത്തി പരിചയം മാത്രം വെച്ചാണ് PN സുരേഷിനെ വൈസ് ചാൻസലർ പദവിയിലേക്ക് പരിഗണിച്ചതെന്നതും അഴിമതിയുടെ ആക്കം കൂട്ടുന്നു. അതേസമയം ജനം TV വാർത്തയോട് പ്രതികരിക്കാൻ PN സുരേഷ് തയ്യാറായില്ല. ജനം, തിരുവനന്തപുരം. മലപ്പുറം മഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രി പാടശേഖരത്തിലേക്ക് സെപ്റ്റിക് മാലിന്യം തള്ളുന്നു.